നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. സജീവമായി വിഷു വിപണി. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ടത് ടോറസ് ലോറിയും 2 കാറുകളും. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. ഗൃഹാതുര സ്മരണകളുമായി നാടും നഗരവും വിഷുവിനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. കണിയൊരുക്കാനും സദ്യവട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ വാങ്ങാനുമുള്ള തിരക്കുകളായിരുന്നു ശനിയാഴ്ച. പച്ചക്കറിക്ക് പൊള്ളും വിലയാണെങ്കിലും സദ്യ ഒരുക്കാതെ വിഷു ആഘോഷം പൂർത്തിയാകാത്തതിനാൽ വില കാര്യമാക്കാതെ പച്ചക്കറി വിപണിയും സജീവമായി. കണിയൊരുക്കുന്നതിനായുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും കണിക്കൊന്നയും കണിവെള്ളരിയും ഫലങ്ങളുമെല്ലാം വാങ്ങാനും ആളുകളെത്തി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വഴിയോര കച്ചവട വിപണിയെയും ആശ്രയിച്ചു. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും വിഷുക്കോടിയെടുക്കുവാൻ തിരക്കുകൾ അനുഭവപ്പെട്ടു. ശിവകാശി ചൈനീസ് പടക്കങ്ങളുടെ കച്ചവടവും പൊടിപൊടിച്ചു. പലവിധ പൂക്കളും വർണ്ണങ്ങളും വിരിയുന്ന കമ്പിത്തിരികൾ, വിവിധ കുടച്ചക്രങ്ങൾ, അമിട്ടുകൾ, നിലച്ചക്രം, ഡാൻസിംഗ് ചക്രം, സൈറ്റ് പടക്കം, വ്യത്യസ്തമാർന്ന പൂക്കുറ്റികൾ എന്നിങ്ങനെ പടക്കങ്ങളുടെ വൈവിധ്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ഇരിഞ്ഞാലക്കുട ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണലും സംയുക്തമായി ശാസ്താംബുവം കാഡർ കോളനിയിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI UM സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട JCI പ്രസിഡന്റ് ലിയോ പോൾ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി സുരക്ഷാ സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ, JCI സെക്രട്ടറി സഞ്ജു പട്ടത്ത്, മുൻ പ്രസിഡന്റ് ടെൽസൺ കോട്ടോളി, JCI ലേഡി വിംഗ് ചെയർപേഴ്സൺ രമ്യ ലിയോ, പ്രോഗ്രാം ഡയറക്ടർ ഡിബിൻ അമ്പൂക്കൻ, പ്രവീഷ് തിരുപ്പതി, ബിജു പനങ്കോടൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന JCI പ്രസിഡന്റ് ലിയോ പോളിനെ വെള്ളിക്കുളങ്ങര SI സുനിൽകുമാറും ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരനും ശാസ്താംബുവം ഊരുമുപ്പൻ കണ്ണമണിയും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഊരുമുപ്പൻ കണ്ണമണിയെ JCI പ്രസിഡന്റ് ലിയോ പോൾ ആദരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായി. വിവിധ ഇടങ്ങളിലെ തൊഴിലാളികൾക്ക് വിഷു കൈനീട്ടവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പലൂർ യൂത്ത് വിംഗ്. കരുത്ത് 2023-24 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വ്യാപാരികൾ വിഷു കൈനീട്ടവുമായി നേരിട്ടിറങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും സന്ദർശിച്ചാണ് കൈനീട്ടം നൽകിയത്. ഓട്ടോ തൊഴിലാളികളെയും പെട്രോൾ പമ്പ് ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കി. പ്രസിഡന്റ് KTPU സെക്രട്ടറി ജോൺ വർഗീസ്, ട്രഷറർ ജിൻഡോ ചെറുശ്ശേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വർണ്ണക്കാഴ്ചകൾ തിടമ്പേറ്റുന്ന വിസ്മയങ്ങളുടെ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയ്ക്ക് നടന്ന കൊടിയേറ്റ് പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തിമാരായ പൊഴിച്ചൂർ ദിനേശൻ നമ്പൂതിരി, വടക്കേടത്ത് കപ്ലിങ്ങാട് പ്രദീപ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച കൊടിക്കൂറ ദേശക്കാരാണ് ഉയർത്തിയത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ 11:20-നും 12:15-നും ഇടയിലായിരുന്നു കൊടിയേറ്റ്. പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷി നിർത്തി ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത്. പിന്നാലെ ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടി ഉയർത്തി. പാറമേക്കാവ് കാശിനാഥനാണ് തിടമ്പേറ്റിയത്. തുടർന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്ര കൊക്കർണിയിലെ ആറാട്ടിനായി എഴുന്നള്ളി. 19-നാണ് പൂരം. 17-ന് രാത്രി 7-ന് സാമ്പിൾ വെടിക്കെട്ട്. അന്നു രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനവും തുടങ്ങും. പുതുക്കാട് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചാരിയിൽ വിസ്മയം തീർത്ത് കലാകാരന്മാർ. ആനന്ദപുരം ഹരിശ്രീ വാദ്യ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റത്തിനാണ് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്ര സന്നിധി വേദിയായത്.
കുരുന്നു കലാകാരന്മാരുടെ മേളപ്പെരുക്കം ആസ്വാദകർക്ക് ശ്രവ്യമധുരമായി. ചടങ്ങിൽ മേള കലാകാരന്മാരായ ശങ്കരൻകുളങ്ങര രാധാകൃഷ്ണനും കേളത്ത് സുന്ദരന്മാരാരും ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ചു. രഞ്ജിത്ത് പുതുക്കാടിന്റെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ പഞ്ചാരി മേളം അഭ്യസിച്ചത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ടോറസ് ലോറിയും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ അടിവാരം തിരുനാളിന് കൊടിയേറി. ആഘോഷമായ ദിവ്യബലിയോടനുബന്ധിച്ച് വെഞ്ചരിച്ച പതാക ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടന് കൈമാറി. തുടർന്ന് കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഇടവകയിലെ അമ്പു തിരുനാളിന് കൊടിയേറ്റി. റക്ടർ ഫാദർ അലക്സ് കല്ലേലിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ കൂടുതുറക്കൽ ചടങ്ങും തുടർന്ന് ലതീനും നൊവേനയും ഉണ്ടായിരുന്നു. വൈകിട്ട് 15 കുടുംബ യൂണിറ്റുകളിലേക്ക് പൊന്നാവ് പ്രദക്ഷിണവും നടത്തി. സോഷ്യലിസ്റ്റ് പാർട്ടി HMS പ്രവർത്തകരായിരുന്ന നെന്മണിക്കര ഇയുണ്ണി, വർഗീസ് കൊടിയൻ എന്നിവരുടെ സ്മൃതി ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ RJD ആമ്പലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അളഗപ്പ നഗറിൽ സൗജന്യ സംഭാര വിതരണം നടത്തി. RJD ജില്ലാ സെക്രട്ടറി ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം IP കുട്ടൻ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, നിയോജകമണ്ഡലം സെക്രട്ടറി IS ശശി, അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ, KS സുകുമാരൻ, TP ജേക്കബ്, MK കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പുലക്കാട്ടുകര കർമ്മലനാഥ പള്ളിയിലെ സംയുക്ത തിരുനാൾ ഞായറാഴ്ച നടക്കും. രാവിലെ 9-ന് തിരി സമർപ്പണം, ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് എടത്താടൻ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡിൽജോ അച്ചാണ്ടി കാർമ്മികനാകും. തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് രാജ്കോട്ട് രൂപത വികാരി ജനറൽ മോൺസെന്നൂർ ജോയച്ചൻ പറഞ്ഞാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച കൂടുതുറക്കൽ ശുശ്രൂഷയും പ്രസിദ്ധി വാഴ്ചയും നടന്നു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇൻഡോർ ബിഷപ്പ് മാർ ചാക്കോ തോട്ടുമാരിക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജിൻഡോ ചിറമ്മൽ, ഫാദർ തോമസ് ഞുണ്ടിക്കൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവക വികാരി ഫാദർ സിജു പുളിക്കൻ, കൈക്കാരന്മാർ ജോബി പാലിയേക്കര, എഡിസൺ ഡേവിസ്, ജോർജ് മംഗലൻ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ലിയോൺ താഴത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു. വെള്ളിയാഴ്ച സർവ്വകാല റെക്കോർഡിൽ എത്തിയ സ്വർണ്ണവില ശനിയാഴ്ച പവന് 560 രൂപ കുറഞ്ഞു. ഒരു പവന് സ്വർണത്തിന്റെ വിപണി വില 53,200 രൂപയാണ്. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 6,650 രൂപയാണ് നിരക്ക്. കാലാവസ്ഥ. കൂടിയ താപനില
34°C. കുറഞ്ഞ താപനില 26°C. ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ മറ്റ് ക്ഷേമനിധികളിൽ അംഗത്വമുള്ളവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇരട്ട അംഗത്വമുള്ളവർ മെയ് 1 മറ്റ് ക്ഷേമനിധികളിലെ അംഗത്വം അവസാനിപ്പിച്ച രേഖകൾ സഹിതം ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ ഹാജരാകണം. രേഖകൾ സഹിതം ഹാജരാകാത്തവരുടെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗത്വം മറ്റൊരു അറിയിപ്പ് കൂടാതെ റദ്ദ് ചെയ്യുന്നതാണെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723604990. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും കിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ പ്രിലിമിനറി മെയിൻ പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. ബോർഡിൽ നിന്നും ലഭിക്കുന്ന ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപേക്ഷിക്കണം. അവസാന തീയതി ഏപ്രിൽ 20. കൂടുതൽ വിവരങ്ങളും അപേക്ഷ നൽകേണ്ട ലിങ്കും kile.kerala.gov.in ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: മൊബൈൽ 8070768537, ലാൻഡ് ലൈൻ 0471247996. തിങ്കളാഴ്ച നടക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കുന്നംകുളം മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള സ്ഫോടക വസ്തു ലൈസൻസികളുടെ കൈവശമുള്ള സ്ഫോടക വസ്തുക്കളുടെ സ്റ്റോക്ക് തിങ്കളാഴ്ചയ്ക്ക് 24 മണിക്കൂർ മുമ്പ് ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികൾക്ക് തൃശൂർ പൂരത്തോടനുബന്ധമായി നടക്കുന്ന കുടമാറ്റം ആസ്വദിക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേക പവലിയൻ സജ്ജമാക്കി. പവലിയനിലേക്കുള്ള പ്രവേശനത്തിനുള്ള പാസിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ തൃശൂർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: ലാൻഡ് ലൈൻ 0487232080, മൊബൈൽ 9496101737. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. നെല്ലായി താരാട്ടുപറമ്പിൽ രവീന്ദ്രൻ ഭാര്യ അംബുജാക്ഷി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ വൈകിട്ട് 3:30 വടൂക്കര ശ്മശാനത്തിൽ. ഷിബു, നിബു എന്നിവർ മക്കളും കവിത, ജ്യോതി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. സജീവമായി വിഷു വിപണി. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ടത് ടോറസ് ലോറിയും 2 കാറുകളും. സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപയാണ് കുറഞ്ഞത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.